കാഴ്ചപ്പാടല്ല, ഇപ്പോഴാണ് ഇനിയും ആകും. ഇനിയും പിന്നെ അതേപോലെ തന്നെ കേരളം BJPക്കുള്ള സാധ്യത കുറവാണെങ്കിലും കേന്ദ്രം മോദി തന്നെ ഭരിക്കും. ഇപ്പോഴും മോദിയാണ്, അടുത്ത ടേം മോദി തന്നെ ഭരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് സംശയമില്ല. എനിക്ക് ആരോടും സ്നേഹക്കുറവില്ല, ആരോടും സ്നേഹക്കുറവില്ല. ഞാൻ സ്നേഹക്കുറവ് വരാനായിട്ട് ഞാൻ അവർക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. ഉപകാരം ചെയ്താലേ സ്നേഹക്കുറവ് വരേണ്ട കാര്യമുള്ളൂ. കാരണം അവരോട് ആരും ഒരു ഉദ്ദേശം എന്നോട് തോന്നാവുന്നതിൽ എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്, എല്ലാ പാർട്ടിക്കാരോടും ഇഷ്ടമാണ്. പക്ഷെ മോദിയോട് പ്രത്യേക ഇഷ്ടം തോന്നാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ മോദിയുടെ ശൈലി കൊണ്ട് എന്ത് പറ്റി, ഇന്ന് മോദി എല്ലാവരും വെറുത്തു എന്ന് പറഞ്ഞാലും ഇന്ത്യ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ 2 ടേം തീർന്ന് 3ാമത്തെ ടേമിലും 400 സീറ്റ് പിടിക്കുമവരെന്നും അതെല്ലാം 300 പിടിക്കുള്ളെന്ന് പ്രതിപക്ഷങ്ങളും പറയുമ്പോൾ ഇപ്പോഴേ അദ്ദേഹം പ്രൈം മിനിസ്റ്ററാണ് എന്നുള്ള പ്രതിപക്ഷം പോലും സമ്മതിച്ച് നിൽക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതുപോലെ ഇവിടുന്ന് ജയിച്ച് 10-20 പേര് പോയാലും ആ 20 പേരും അവിടെ ചെന്ന മോദി വിരോധികളാണ്. ഇവിടെ പരസ്പരം തമ്മിലിരിക്കുകയാണ്. ഈ മോദി വിരോധികളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഈ 20 പേര് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മോദി വിരോധികളെ പറഞ്ഞേക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. മെജോറിറ്റിയുടെ സാധ്യത അല്ല, SNDP ഒക്കെ അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ ഒക്കുന്ന നിങ്ങളിങ്ങനെ പ്രഷർ ചേലത്തി ഞങ്ങളെ കൊണ്ട് ഒരു നിലപാട് സ്വീകരിപ്പിക്കരുത്. അത് കുറേ കണ്ടുവരണം.